ഞാൻ ഒരിക്കലും ഒരാളെ സഹായിക്കണമെന്ന മനസ്സോടെ ഒന്നും ചെയ്ത കാര്യമല്ല അന്ന് മന്മഥൻ സാറിന്റെ ജീവൻ രക്ഷിച്ചത്. ഒരു ദിവസം രാത്രി നന്നായി മദ്യപിച്ച് സൈക്കിളിൽ പോകുന്ന വഴിക്ക് ഹൈവേയുടെ താഴെയുള്ള ഒരു കുഴിയും കാടും നിറഞ്ഞ ഭാഗത്ത് ഒരു വെട്ടം കണ്ടു. അതെന്താണെന്നറിയാൻ ഞാൻ സൈക്കിൾ അവിടെ വെച്ച് താഴേക്ക് ഇറങ്ങി നോക്കി. അടുത്ത് ചെന്നപ്പോഴാ ഒരു കാറ് തലകീഴായി മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അതിൽ രണ്ടുപേര് ചോരയെ കുളിച്ചു കിടക്കുകയായിരുന്നു. അവരാരാന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്നൊക്കെ എന്റെ ചിന്ത എപ്പോഴും മദ്യത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് കാറിൽ നിന്നും മദ്യക്കുപ്പി എന്തെങ്കിലും ആദ്യം കിട്ടുമെന്ന് നോക്കി. ഒന്നും കണ്ടില്ല. അപ്പോഴാ മന്മഥൻ സാറ് പാതി ജീവനിൽ നിലവിളിച്ചുകൊണ്ട് വെള്ളം ചോദിച്ചത്. അതെന്റെ മനസ്സിൽ തട്ടി. ഞാൻ വേഗം റോഡിൽ കയറി വണ്ടികൾക്ക് കൈ കാണിച്ച് സഹായം ചോദിച്ചു. ആരും നിർത്തിയില്ല. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നു. അയാളും ഞാനും കൂടി ഓട്ടോയെ കയറ്റി സാറിനെയും ഡ്രൈവറെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ ഓട്ടോ ഡ്രൈവർക്ക് സാറ് പിന്നൊരു സർക്കാർ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അന്ന് രക്ഷിച്ചതിന്റെ സ്നേഹമാണ് ഇന്നും സാറിന്റെ മനസ്സിലുള്ളത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ അതിന് പ്രതിഫലം തരും, അല്ലേ മുത്തശ്ശ? ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ സഹായിക്കാനുള്ള അവസരവും സാഹചര്യവും ഈശ്വരൻ നമുക്ക് തരുമ്പോ അത് ചെയ്യാൻ നമ്മളും തയ്യാറാവണം. അത് സത്യമാണ്. ആ, എന്തായാലും മോൾക്ക് സന്തോഷമായില്ലേ? ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കേണ്ട ഫയലും വിവരങ്ങളും ഒക്കെ എത്തിച്ച് മോളുടെ കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം തീർക്ക്. ഞാൻ ഓഫീസിൽ ചെന്ന ഉടനെ അതൊക്കെ ചെയ്തോളാം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളൂ. എനിക്ക് ഇവിടെ അടുത്തൊരു സുഹൃത്തിന്റെ വീട് വരെ ഒന്ന് പോകണം. ഇവിടെ വരെ വന്ന് സ്ഥിതിക്ക് അവനെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആള് വയ്യാതെ കിടക്കുക. ലോറിയിൽ നിന്ന് ചാക്കിറക്കിയപ്പോ കൈ വിട്ട് കഴുത്തിൽ വീണു. അതോടെ ഒടിവ് പറ്റി. കഴുത്തിന് കീഴ്പോട്ട് തളർന്നുപോയി. ഇടയ്ക്ക് ഈ ഭാഗത്തൊക്കെ വരുമ്പോ ഞാൻ ചെന്ന് കാണാറുള്ളതാ. ഇപ്പൊ കുറച്ചു നാളായി വന്നിട്ട്. ഞാൻ അവിടെ വരെ ചെന്നിട്ട് അവനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിങ്ങൾ സമയം കളാതെ ഓഫീസിലേക്ക് പോയിക്കോ. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്താലോ? അയ്യോ വേണ്ട ഏരി, അതിവിടെ അടുത്താ, ഞാൻ നടന്നോളാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇനി ഇവിടെ നിന്നാ വെറുതെ നിങ്ങളുടെ സമയവും പോവും. ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരാളാണിത്. ബീനയെ കല്യാണം കഴിച്ച സമയത്ത് വീട്ടിൽ വരും. അത് മദ്യവെച്ച് കാല് നിലത്തുറയ്ക്കാത്ത അവസ്ഥയിലായിരിക്കും. വന്നിട്ട് ബീനയെ ചീത്ത പറയും, കാശ് ചോദിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചു പോകും. ആ മനുഷ്യന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉള്ളത് ഒരേ ഭഗവാൻ തന്നെയാച്ചാ. അവരത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ മുതല് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാവും. നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മോള് സാധിച്ചത്. അതിനുള്ള അഭിനന്ദനങ്ങൾ എന്തായാലും മോക്കുണ്ട്. അച്ഛനെ കാണാൻ പോയിട്ട് താൻ ലേറ്റ് ആയപ്പോ ഞാൻ ഒരിക്കലും കരുതിയില്ല താൻ മിനിസ്റ്ററെ കാണാൻ പോയതാണെന്ന്. അല്ലെങ്കിലും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ഭർത്താവിനെ അറിയിക്കാതെ പോകുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. മിനിസ്റ്ററെ കാണാൻ തീരുമാനിച്ച് ഞാൻ പോയതല്ല. അച്ഛനോട് ഇവിടുത്തെ ടെൻഷന്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തില് മിനിസ്റ്ററെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഓഫീസിലേക്ക് കൊണ്ടുവിടാൻ വരുന്ന വഴിക്ക് വെച്ചാ മുത്തശ്ശനെ കണ്ടതും യാദൃശികമായിട്ട് മന്ത്രിയെ കാണാൻ പോകുന്ന കാര്യവും പറഞ്ഞതും ഒക്കെ. ഇതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത്. എത്ര കൃത്യമായിട്ടാ ഓരോന്ന് സംഭവിക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ പല കാര്യങ്ങളിലും ഈശ്വരന്റെ നടപടി ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ചിന്തിക്കാത്ത രീതിയിൽ ഈശ്വരൻ കാര്യങ്ങൾ നടത്തിത്തരും. അത് ശരിയാ. ശരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഇതൊക്കെ നടന്നത്. മുത്തശ്ശൻ മിനിസ്റ്ററെ കാണാൻ ശ്രമിക്കാന്ന് പറഞ്ഞപ്പോഴും എനിക്കതിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നിട്ടും മിനിസ്റ്ററെ കാണാൻ സാധിക്കാത്ത സിറ്റുവേഷനാ ആദ്യം ഉണ്ടായത്. പിന്നീടാ എല്ലാം പെട്ടെന്ന് മാറി മറിഞ്ഞ് കാണാനൊരവസരം കിട്ടിയത്. ഇപ്പൊ ആ മിനിസ്റ്ററുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ? നമ്മളാരും വിചാരിച്ചിട്ട് കാണാൻ പറ്റിയില്ല. മാർക്കറ്റിൽ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ കാണാൻ ചെന്നപ്പോ കാണാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അതാ മന്ത്രിയുടെ മഹത്വമായിട്ടല്ലേ അഭി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരോടും പെരുമാറാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യല്ലേ? അങ്ങനെ ഒരു മനസ്സ് മന്ത്രിക്കുണ്ടായത് ജനങ്ങളുടെ ഭാഗ്യമായിട്ട് വേണം കരുതാൻ.
എനിക്ക് ശരിക്കും മിനിസ്റ്ററോട് ബഹുമാനം കൂടിയതേ ഉള്ളൂ. മുത്തശ്ശനോട് മിനിസ്റ്റർക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് കൂടിയാ കാണാൻ സമ്മതിച്ചത്. അതിന്റെ സംഭവം ഞാൻ പറഞ്ഞല്ലോ. മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഓരോ സ്ഥാനങ്ങളിലെത്തുമ്പോൾ മനഃപൂർവ്വം മറക്കുന്നവരാണ് കൂടുതലും ആളുകൾ. അങ്ങനെയല്ലാത്തവരെ കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും കമ്പനിയുടെ കാര്യങ്ങൾ മന്ത്രിയെ അറിയിക്കാൻ മോളെടുത്ത എഫേർട്ട് നന്നായി. ഇനി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അതെ, വിഘ്നേഷ് ചേട്ടനും മിനിസ്റ്ററെ കാണാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് വിഘ്നേഷ് മിനിസ്റ്ററെ കണ്ടോ? ഇല്ല, ദേവ ബിൽഡേഴ്സിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ കാണാൻ സമ്മതിച്ചില്ലെന്നാ പറഞ്ഞത്. സാരമില്ല, എല്ലാവരും കമ്പനിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അത് മതി. മന്ത്രിക്ക് കമ്പനിയെ പറ്റി മനസ്സിലെന്തോ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്. അതാണ് ദേവാ ബിൽഡേഴ്സിൽ നിന്നാണെന്ന് പറയുമ്പോൾ അപ്പോയിന്റ്മെന്റ് പോലും നിഷേധിക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് സംസാരിച്ചതല്ലേ. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാതിരുന്നതും എന്നെ വഴക്ക് പറഞ്ഞതും അമ്മ തന്നെയാ. വേണ്ട ആദർശ്, വീണ്ടും നീ മഹിയുടെ തലയിൽ പഴിവെക്കാനായി ഓരോന്ന് പറഞ്ഞോണ്ട് വരണ്ട. ശരി, ഞാനൊന്നും പറയുന്നില്ല. അതാ നല്ലത്. പിന്നെ സുഭദ്രേച്ചി വിളിച്ചിരുന്നു. 1-2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. ആഹാ, ആന്റി എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. കൈലാസ പരിക്രമണമൊക്കെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. എല്ലാം കാണേണ്ട കാഴ്ചയാണെന്നും തിരിച്ചു വന്നിട്ട് എല്ലാം ഡീറ്റെയിൽ ആയി പറയാമെന്നും പറഞ്ഞു. പുണ്യജന്മങ്ങൾക്ക് ആ ദേവഭൂമിയിൽ കാലുകുത്താനാവൂ. ആന്റിയുടെ ഭാഗ്യം. ആന്റി വരട്ടെ, എന്നിട്ട് അവിടുത്തെ കഥകളൊക്കെ കേൾക്കാം. മീരയ്ക്ക് പറ്റിയ കൂട്ടായിരിക്കും. അതെ. അതെന്താ ആന്റി മീരയ്ക്ക് മാത്രം പറ്റിയ ആളാകുന്നത്? അവർക്ക് 2 പേർക്കും ഒരേപോലെ താല്പര്യമുള്ള വിഷയമാണ് ഈശ്വരകാര്യങ്ങൾ. നിനക്ക് തീരെ താല്പര്യമില്ലാത്തതും അതാണല്ലോ. അതൊക്കെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവേണ്ട കാര്യമാണ്. മീരയ്ക്ക് മനസ്സുകൊണ്ടിപ്പോ ആ പ്രായമായി കാണും. അതുകൊണ്ടാ ഇവൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യം. ഒരാൾക്ക് 60 വയസ്സാവുമ്പോൾ അത്രയും വിവരവും എക്സ്പീരിയൻസും പക്വതയും ഉണ്ടാവും. ആ അറിവ് ചെറുപ്പത്തിൽ നേടാൻ സാധിച്ചവർ സത്യത്തിൽ പുണ്യജന്മങ്ങളാണ്. ശങ്കരാചാര്യരും സ്വാമി വിവേകാനന്ദനും ഒക്കെ അങ്ങനെയുള്ളവരായിരുന്നു. മീരയെ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നിയിരുന്നെങ്കിൽ അതെത്ര നല്ല കാര്യമാണ്. നീ മീരയെ ഗുരുവായി കണ്ട് മീരയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അമ്മ പഠിച്ചോ. എനിക്ക് വേറെ പണിയുണ്ട്. ഇവക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്താലേ ശരിയാവൂ. ഛേ, നമ്മൾ ഇത്രയൊക്കെ പാടുവിട്ട് വഴികളെല്ലാം അടച്ചിട്ടും ആ മീര എങ്ങനെ മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചേ? മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചത് പറ്റൊരു കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കും. ഒരു മേശപ്പുറത്തുനിന്ന് ഒരു പേപ്പർ സൈൻ ചെയ്ത് അടുത്ത മേശപ്പുറത്തേക്ക് വയ്ക്കാൻ എത്ര സമയമെടുക്കണം? അതിനെന്തൊക്കെ ന്യായങ്ങൾ പറയണമെന്നെല്ലാം ഞങ്ങൾക്കല്ലേ അറിയൂ. അതുകൊണ്ട് അവള് മിനിസ്റ്റർ കണ്ടതിന്റെ പേരിൽ മഹാദേവൻ ഡിവിഷനാവേണ്ട ഒരു കാര്യമില്ല. എടോ, ആ പ്രോജക്റ്റ് ഒരു കാരണവശാലും ദേവാ ബിൽഡേഴ്സിന് പൂർത്തീകരിക്കാൻ സാധിക്കരുത്. പാതി പണിത അവസ്ഥയിൽ ഒരു ശാപം പിടിച്ച കെട്ടിടമായി അതെന്നും അവിടെ തന്നെ ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ശരിയാകാതെ ഞാനുണ്ടല്ലോ ഇവിടെ. ആ മീരേനെയും വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. അവളെ എത്രയും പെട്ടെന്ന് തീർക്കണം. തട്ടിക്കളയലാണ് ആണെങ്കിൽ പറ്റിയ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്. ഒരു അരസിയാറ് മുടങ്ങിയ സംഗതി പുഷ്പം പോലെ തീർന്നു തരും. അതൊന്നും വേണ്ട. ഇവിടെയുള്ള ആൾക്കാരെ ഇറക്കിയാലേ ശരിയാവില്ല. അതെന്താ? പോലീസ് പിടിച്ച് അവര് നമ്മളെ ഒറ്റും. ഇതിനൊക്കെ പ്രൊഫഷണൽ ടീമിനെ പുറത്തുനിന്ന് ഇറക്കുന്നതാ നല്ലത്. നമ്മുടെ ഐഡന്റിറ്റി ചോദിക്കാതെ അവര് വേണ്ട രീതിയിൽ എല്ലാം ചെയ്തത്. അതാകുമ്പോ റിസ്ക് കുറവാ. ക്ലീൻ ആയിട്ട് കാര്യം നടക്കും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. താനാകെ അടിമുടി ദുരൂഹതയാണല്ലോ മഹാദേവ. തന്നോട് ഇടപഴകുന്നത് സൂക്ഷിച്ചു വേണമല്ലേ? വൈരാഗ്യം തോന്നിയാൽ താൻ രക്തബന്ധം പോലും നോക്കാതെ തീർത്ത് കളയില്ലേ? ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. എത്രയോ വർഷങ്ങളായി കമ്പനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഒരു വിലയും തരാതാ ആദർശിനെ പറഞ്ഞു വിട്ടത്. അതിനവൻ ചെയ്തതോ
എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്ന് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു. ചില മരുമക്കൾ അങ്ങനെയാണോ? അമ്മാവൻ കാലുമായ ജനിക്കുന്നത് തന്നെ. അമ്മാവന്റെ പുക കണ്ടേ അവരടങ്ങൂ. കംസനെ ചുമ്മാ തൂക്കിയെടുത്ത് തറയിലടിച്ച് കൊന്നതാരാ? സ്വന്തം പെങ്ങളുടെ മോനല്ലേ? ഹ, അത് പിന്നെ പണ്ട് കംസൻ ചെയ്തതിന് തിരിച്ചു കൊടുത്തതാണെന്നെങ്കിലും പറയാം. എന്നെ പറഞ്ഞു വിട്ടതിന് ഇവന് എന്ത് ന്യായം പറയും? ഞാൻ കമ്പനിയിൽ നിന്ന് പണം എടുത്തിട്ടാണെന്നോ? ന്യായം പറഞ്ഞാല് കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് മാത്രം തരേണ്ടതാ. അത്രയ്ക്ക് മാത്രം ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ചോര നീരാക്കിയിട്ടുണ്ട്. അതുകൂടാതെ എന്റെ പെങ്ങളടക്കം എന്നെ കമ്പനിയുടെ വെറുമൊരു ജോലിക്കാരനായിട്ടാണ് കണ്ടത്. അത് വളരെ മോശമായി. ഒരിക്കലും ഒരു അമ്മാവനും അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഓ, സാറ് ഫിറ്റായെന്ന് തോന്നുന്നു. ആ മതി, നിർത്താം. സാറിനെ വീട്ടിൽ കൊണ്ടാകട്ടെ? പറ്റില്ല. ഇന്ന് കുറേ നേരം കഴിഞ്ഞേ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ദിവസാ. അതെന്താ? ഇന്ന് ഭാര്യയില്ല, അവൾ അവളുടെ വീട്ടിൽ പോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ ആഘോഷിക്കും. ഇനി ഈ രീതിയിൽ ആഘോഷിച്ചാലേ ബോധം പോയി ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അതൊന്നും സാരമില്ലടോ. മകാദേവൻ പറ, തന്റെ പ്ലാനുകൾ പറ. നമുക്കേ മീരിയൊക്കെ തട്ടിക്കളയാം. തനിക്ക് വാടകയ്ക്ക് ആളെ കിട്ടില്ലെങ്കിൽ ഞാൻ കൊന്നുതരാടോ. സാറേ മതി സാറേ, വല്ലാതെ ഓവറായി തുടങ്ങി. വാ നമുക്കിറങ്ങാം. ആ മകാദേവ, ഞാൻ എത്ര ഓവറായാലും സ്റ്റഡിയാണ്. ആ, നമ്മൾ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളല്ല, അത് മറക്കരുത്. അത് ഓർമ്മയുള്ളത് കൊണ്ടാ ഞാൻ പോകാമെന്ന് പറഞ്ഞത്. ആദർശ് തന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തനിക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാമായിരുന്നു. ആ വഴിക്ക് ആദ്യമേ അവനെ ലോക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വഴിയാ. മീര ഇല്ലാതായാലേ ആ വഴിക്ക് ഒരിക്കൽ കൂടി ഞാൻ ശ്രമം നടത്തും. ഓ, കാര്യങ്ങൾ അങ്ങനെയാണല്ലേ? എന്നാ കുഴപ്പമില്ല. തനിക്ക് ഞാൻ എല്ലാ ആശംസകളും നേരും. ആ, ഒരു ഫുള്ളൂടി കൊണ്ടുവരാൻ സപ്ലൈയോട് പറ. ആ സാറ് വാ, ഇവിടെ എല്ലാം കഴിഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞാ എനിക്ക് ഇനിയും വേണം. ഞാൻ ബീച്ചിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. അവിടെ ആകുമ്പോൾ എപ്പോഴും ആവശ്യത്തിനുള്ളത് കിട്ടും. ആ, അങ്ങനെയാണ് നമുക്ക് പോവാം. ബാ. വാ, എഴുന്നേക്ക് സാറേ. വേണ്ട, വിട്. എന്നെ എഴുന്നേക്ക് പിടിക്കണ്ട, സാറേ. എന്നെ പിടിക്കണ്ട. വിടാ, ഞാൻ നടന്ന് വരാം. ഞാൻ സാറേ. വന്നോളാം. അമ്മേ, എന്താ രണ്ടുപേരും കൂടി? എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതമ്മേ, വീട്ടിലെ വർക്കെല്ലാം തീരാറായി. ഞങ്ങൾ തിരിച്ചങ്ങ് പോയാലോന്ന് ആലോചിക്കായിരുന്നു. സുഭദ്രാന്റിയും തിരിച്ചു വരാറായെന്ന് അഭി പറഞ്ഞു. പിന്നെ മീര ഇവിടെ ഉണ്ടല്ലോ. അമ്മയ്ക്കപ്പോ ബോറടിയുടെ പ്രശ്നം ഉണ്ടാവില്ല. സുഭദ്രേച്ചി വന്നു എന്ന് വെച്ച് ഇവിടെ ഇപ്പൊ ജനബാഹുല്യം ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ആദർശും അഭിയും വിഘ്നേഷും മീരയും എല്ലാവരും ഇനിയുള്ള കാലം എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. എല്ലാ മാതാപിതാക്കൾക്കും വയസ്സാകുമ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അത് ശരിയാ. എന്നാലും ആ വീട്ടില് ആരും താമസിക്കാതെ വെറുതെ ഇട്ടിരുന്നാൽ അത് നശിച്ചു പോയില്ലമ്മേ. ആ വീട് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. ഇപ്പൊ റെനോവേഷൻ കഴിഞ്ഞതുകൊണ്ട് നല്ല വിലയും കിട്ടും. എല്ലാവർക്കും കൂടി ഇവിടെ കഴിയാൻ സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൃഷ്ണപുരത്തിനടുത്ത് നമ്മുടെ ഒരു പ്ലോട്ടിൽ വലിയൊരു വീടുണ്ട്, അവിടേക്ക് മാറാം. എന്താ? അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുന്നതാ എനിക്കിഷ്ടമെന്ന് ഞാൻ വിഘ്നേഷേട്ടനോട് പറഞ്ഞതാ. പക്ഷേ വിഘ്നേഷേട്ടൻ പറയുന്നത് മാറി താമസിക്കുന്നത് നല്ലതെന്ന്. അതെന്താ വിഘ്നേഷേ, ഇവിടെ എന്തെങ്കിലും സ്വാതന്ത്ര്യക്കുറവുള്ളതായി വിഘ്നേഷിന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലമ്മേ. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൊതുവെ അടുപ്പങ്ങൾ കൂടുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടും. അധികം അകലെയല്ലാതെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ലെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞത്. അതിനിവിടെ ആര് വഴക്കുണ്ടാക്കാനാണ്? ഇവളടക്കി മീരയോട് പോരെടുക്കുന്നത് നിർത്തിയാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ മീര ഒരു പാവം ആയതുകൊണ്ടും വഴക്കിനൊന്നും നിൽക്കാതിരിക്കാനുള്ള വിവരവും പക്വതയും ആ കുട്ടിക്കുള്ളതുകൊണ്ടും ഇവിടെ വഴക്കുണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ.
അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറഞ്ഞത്? മീരയ്ക്ക് വിവരവും പക്വതയുണ്ട്, എനിക്ക് അതൊന്നും ഇല്ലാന്നല്ലേ അമ്മ പറഞ്ഞതിന്റെ ധ്വനി? അത് ധ്വനിയല്ല, സത്യല്ലേ? നീ മീര എന്തൊക്കെ പറയുന്നു? അവൾ എന്തെങ്കിലും നിന്നെക്കുറിച്ച് തിരിച്ചു പറയുന്നുണ്ടോ? എന്നെ കുറിച്ച് എന്ത് പറയാനമ്മേ? എന്നെ കുറിച്ച് പറയാൻ കുറ്റം എന്തെങ്കിലും വേണ്ടേ? അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് അവളുടെ മിടുക്കല്ല, എന്റെ ഗുണമാണ്. അബി, നിന്റെ ഗുണവും ദോഷവും ഒക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന ആളാ ഞാൻ. ഞാൻ നിന്റെ അമ്മയാണെന്ന കാര്യം നീ മറന്നു പോകരുത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അതെന്തിനാണ് പറയുന്നതെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഗുണത്തിന്റെ വർണ്ണനയൊന്നും എന്നോട് പറയണ്ട. ഓ, അമ്മയ്ക്ക് മരുമോള് വന്നപ്പോ ഞാൻ ആരും അല്ലാതായി. ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മയ്ക്ക് സ്നേഹിക്കാനും സംസാരിക്കാനും ഒക്കെ വിവരവും പക്വതയുള്ള മരുമോളുണ്ടല്ലോ. ഇവളുടെ ഈഗോ ഇളകിയത് കണ്ടോ? അതിൻ്റെ ഒപ്പം നല്ല കുശുമ്പുണ്ട്. എടി, നീ ഇവിടുന്ന് പോയാൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം, ഞാൻ പോയാ അമ്മയ്ക്ക് മോനും കളിയാക്കാൻ ആളെ കിട്ടില്ല. അതിനല്ലേ എന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്നത്. നീ ആ സത്യം മനസ്സിലാക്കി കളഞ്ഞല്ലോ അബി. പോ അമ്മയെ കളിയാക്കാതെ. അപ്പൊ എന്താ അമ്മ പറഞ്ഞു വരുന്നത്? ഞങ്ങളിപ്പോ മാറണ്ടെന്നാണോ? അതെ, ഇനി മാറണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സുഭദ്രേച്ചി വന്നിട്ട് അതേക്കുറിച്ച് ആലോചിക്കാം. അതുപോരെ? മതി. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അബി, നിനക്ക് നിങ്ങളുടെ ആ വീടിനോട് പ്രത്യേകിച്ച് സെന്റിമെന്റ്സ് ഒന്നും ഇല്ലല്ലോ? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനമ്മേ? കുറെ നാൾ അവിടെ താമസിച്ചതിന്റെ ഒരു സ്നേഹം ആ വീടിനോടുണ്ട്. അല്ലാതെ വലിയ സെന്റിമെന്റ്സ് ഒന്നുമില്ല. ആ വീടിപ്പോ വിൽക്കുന്നുണ്ടെങ്കിൽ ആ പണം നിന്റെ പേരിൽ FD ഇടുകയോ ഏതെങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള ഫണ്ടിൽ നിക്ഷേപിക്കുകയോ ചെയ്യാം. വെറുതെ ഒരു വീട് ഇട്ടോണ്ടിരിക്കുന്നതിലോ റെന്റ് ചെയ്യുന്നതിലോ വലിയ ലാഭമൊന്നും ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിലില്ല. നമ്മുടെ ബിസിനസ്സിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആണ് പ്രോഫിറ്റ് തരുന്നത്. റെസിഡൻഷ്യൽ സെഗ്മെന്റ് മൊത്തത്തിൽ ഡൗൺ ആണ്. ആ, അതമ്മ പറഞ്ഞത് ശരിയാ. അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലിരിക്കുകയാണെങ്കിലും മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണല്ലേ? ഇത്രയും നാളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ? വെറുതെ ചെവി തുറന്നിരുന്നാൽ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൾസ് മനസ്സിലാകുമല്ലോ. കണ്ടുപഠിക്കാമേ. ഇങ്ങനെയാണ് ഒരു ജോലി ആത്മാർത്ഥതയോടെ ചെയ്യേണ്ടത്, അല്ലേ അമ്മേ? ആ, എങ്കിൽ ശരി. അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ശരി. ആ, നമ്മുടെ ഓഫീസിലേക്ക് പുതിയൊരു അപ്പോയിന്റ്മെന്റ് വരുന്നുണ്ട്. ആണോ? മീരയുടെ പോസ്റ്റിലേക്ക് പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യണമെന്നല്ലേ കരുതിയത്. പക്ഷെ ഇപ്പോ ബാംഗ്ലൂർ നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് നാട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ആയതുകൊണ്ട് ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു വേക്കൻസി വന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നന്നായി. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അതെ, പിന്നെ മീര ഉണ്ടല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മീര പറഞ്ഞു കൊടുത്താൽ മതി. ശരി. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, അത് ഏറ്റവും വലുത് മുതൽ തീരെ ചെറിയ പോസ്റ്റിലുള്ളവർക്ക് വരെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ചെയ്തു കൊടുക്കാറുണ്ട്. അതെനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമല്ലേ. എനിക്ക് പല സമയത്തും ഒരുപാട് ഹെൽപ്പ് ആദർശന്റെ ഭാഗത്തുനിന്നും ഓഫീസിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ. നമ്മൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെത്തിയത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടൊന്നും അല്ലല്ലോ. അത് ശരിയാ. ആദർശന്റെ കഷ്ടപ്പാടും കഴിവും ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കൂ. അതെ, അതുകൊണ്ടാ ഞാൻ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനൊരു വേക്കൻസി ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് സൂരജിന്റെ കാര്യമാണ്. സൂരജിന് ഒരു ജോലി കൊടുക്കണമെന്ന രീതിയിൽ മീരയുടെ ബീനാമ സംസാരിച്ചിരുന്നു. ബീനാമ എന്നോടും അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ആ കാര്യം ആദർശനോട് സംസാരിക്കാൻ പലവട്ടം ആലോചിച്ചതാ. പിന്നെ അത് വേണ്ടാന്ന് തോന്നി. അതെന്തിനാ എന്നോട് പറയാൻ മടിച്ചത്? ഓഫീസ് കാര്യങ്ങളിൽ ആദർശന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനം ഉള്ളതല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും തോന്നി. മീര ഇപ്പോഴും എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം ഇതിന്ന് മനസ്സിലാക്കാൻ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. അതെ, അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നോട് പറയാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം മീരയും ഞാനും രണ്ടല്ല, ഒന്നാണ്. അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. തൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ കാര്യം പോലെയാ. തിരിച്ച് മീരയ്ക്കും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ തന്നെ ആദർശട്ടെ കരുതുന്നേ. പിന്നെ സൂരജിന്റെ കാര്യം, സൂരജ് എനിക്കെന്റെ സഹോദരനാ.
പക്ഷേ സൂരജിന്റെ രീതികളും സ്വഭാവവും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടുകൂടിയാ ആദർശ് എന്നോട് പറയാൻ എനിക്ക് മടി തോന്നിയത്. അതെനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഏതായാലും വൈകാതെ നല്ലൊരു സ്ഥാനത്ത് നമുക്ക് സൂരജിനെ നിയമിക്കാം. ആ, ആലോചിച്ച് ആദർശേന് ശരിയെന്ന് തോന്നുന്നത് പോലെ ചെയ്താൽ മതി. ഞാനൊരു കാര്യത്തിന് നിർബന്ധിക്കില്ല. മീര നിർബന്ധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലോ? തമാശ പറഞ്ഞല്ല. മീര അല്പസ്വല്പം എൻ്റെ കാര്യത്തിൽ പൊസസീവ് ആവുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന് കരുതി ഓവറാവണ്ട കേട്ടോ. ഹേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കറിയാം. തൻ്റെ ഈ സ്വഭാവമാണ് എനിക്ക് തന്നോട് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം.